കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എവിടെ പോയി? എടാ നീ വീടിനകത്തെല്ലാം ശരിക്കും നോക്കിയായിരുന്നു ശംഭു? ഇപ്പൊ ഞാൻ വീടിനകത്ത് അരിച്ചു കുറച്ച് നോക്കി. എന്നിട്ട് എന്തിയാ കാണുന്നില്ലല്ലോ? ഇല്ല. നീ ഇവിടെ നോക്കും, ഒന്നുകൂടെ കണ്ടാലോ? ചിറ്റപ്പ മീൻ ബൗളിൽ തന്നെ തന്നെ ഇറങ്ങി നടന്നു പോകത്തില്ല. ആരെങ്കിലും എടുത്താലേ അത് പോത്തുള്ളൂ. ആരെടുത്ത്? എനിക്കറിയാമോ? ചിറ്റപ്പ കോഴിയല്ല മീൻ, വേറെ രീതി വിളി. എങ്ങനെ? ഓടി വാ, മീൻ കള്ളിയെ കിട്ടി. ഓടി വായോ, ആരെങ്കിലും ഓടി വാ, മീൻ കള്ളിയെ കിട്ടിയാ. കള്ളീനെ കിട്ടി. കള്ളി 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 മീനല്ലോ, കള്ളിനെ കിട്ടിയെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഏത് കള്ളി? ഇത് കള്ളി കണ്ടോ? ഇതിനെടുത്ത് കിട്ടി? ഇത് സ്റ്റോർ റൂമിലടാ, മീൻ കട്ട് തിന്നോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മീൻ എന്തിയേ? മീൻ ഇവളുടെ വയറ്റിലടാ. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? ഇവളിപ്പൊ മീനെ കഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഇവളെ ഇങ്ങനെ വെച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടിരുത്താം. സൂപ്പർ അല്ലേ? അപ്പൊ പറഞ്ഞാലേ ഐശ്വര്യത്തിന്റെ കാലൊടിച്ച് കളയും. നല്ല ക്യൂട്ട് പൂച്ചാലെ പറ്റി. നമുക്ക് ഇതിനെ വളർത്തിയാലേ? അതെ, നമുക്ക് വളർത്താം. ഇതിനാണെങ്കിലേ ബിസ്ക്കറ്റും പാലൊക്കെ കൊടുക്കാം. അതെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ പൂച്ച പട്ടിയെന്ന് വളർത്താൻ പറ്റത്തില്ല. വളർത്തുന്നെങ്കിൽ മീനെ തന്നെ വളർത്തണം. ചിറ്റപ്പ ഇത് ഒരു ജീവിയല്ലേ? കൂട്ട്. ഞാൻ ആ മീൻ കട്ടെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ വന്ന് എന്നെ കളനാക്കി. ഇപ്പൊ പൂച്ചയെന്ന് വന്നപ്പോ കൂട്ട്. നിന്നെ പോലെ അല്ലല്ലോ. എന്നെ പോലെ അല്ലല്ലോ. എന്തോ മൃഗം, മനുഷ്യപ്പറ്റുള്ള ജീവി. എന്റെ ഉറക്കം ഇവിടെ പൂച്ച വളർത്താൻ പറ്റുന്നില്ല. രതീഷ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നല്ല സുന്ദരിയായി. ഇനി നമുക്ക് ഇവക്ക് ഒരു പേരും കൂടെ ഇടണം. സുനന്ദാന്നിട്ടല്ല. റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന കാര്യമല്ല പറഞ്ഞ, വടിപോത്ത പേരിടാൻ. എടി വീട്ടിൽ വിളിക്കുന്ന ഒരു ചെല്ല പേര്, ഒരു നുണക്ക് ചെല്ലപ്പേര്. അത് തന്നെ. മങ്ങിനി നിട്ടാലോ? മങ്ങിനി, അത് കൊള്ളാം. കൊള്ളാല്ലേ? നമുക്കപ്പൊ മങ്ങിനിന്ന് വിളിക്കാം. അങ്ങനെ നമ്മൾ പൂച്ചയുടെ പേരിടൽ ചടങ്ങ് നടത്തിയിരിക്കാണ്. എടി ചെബി പറയണം 3 പ്രാവശ്യം മങ്ങിനി. നീ പറഞ്ഞോ? അപ്പച്ചി പറ. അല്ല, അവളെ മങ്ങിനി പൂച്ചയാണോ നീ? മങ്ങിനി പൂച്ച. ഇതെന്താ ഇവിടെ പുതിയ അതിഥിയൊക്കെ? ഇതാണ് അമ്മ ഐശ്വര്യം തിന്ന പൂച്ച. ഐശ്വര്യം തിന്നുന്ന പൂച്ചയോ? തിന്ന പൂച്ച. അമ്മ അമ്മ അപ്പൂപ്പ മറ്റേ അലങ്കാര ഫിഷുകൾ കൊണ്ടുവന്നില്ലേ, അത് തിന്ന അഹങ്കാര പൂച്ച. ഇതോ? ഈ കുഞ്ഞു പൂച്ചയാ? എടി ഇത് എവിടുന്ന അടി? ഇതിനെ ആരും വാങ്ങിച്ചൊന്നുമല്ല നാത്തു. എവിടുന്നോ കേറി വന്ന ആരെ വളർത്തിയിരുന്നെന്ന് തോന്നുന്നു. പൂച്ച കയറി വരുന്നത് നല്ലതെന്നാ പറയുന്നേ. ഇത് പ്രശ്നമാവോ? ഇത് എന്ത് പ്രശ്നമാവാൻ? അല്ലെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ വേണമെന്ന് വിചാരിച്ചിരിക്കുന്നു. തന്നേടി. കിട്ടിയില്ലേ? പതുക്കെ പതുക്കെ പതുക്കെ. ഹായ്, ഹലോ. രതീഷേ, എടാ മീന്റെ കേസ് നടക്കൂല. എടാ നടക്കൂലെന്ന്. നീ ഒരു കാര്യം ചെയ്യ്. ഷിബുവിന് 2000 രൂപ കൊടുത്തില്ലായിരുന്നോ? ആ 2000 രൂപ മേടിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താരേ. എന്റെ രതീഷ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? നടക്കത്തില്ല. നീ മേടിച്ചു കൊടു. ശരി എന്നാ. ഓ, സുമേഷാമൻ എന്തോ പൂച്ചയുടെ കാര്യമൊക്കെ പറയുന്നല്ലോ. സുമേഷാമൻ എന്തോ പൂച്ചയുടെ കാര്യം പറയുന്നത് ഞങ്ങള് കേട്ടു. അപ്പുറത്തൊന്ന് പൊന്നു ഉറക്കം ആകെപ്പാടെ കിളി പോയിരിക്കോ. നീ ഇതിനെടുത്തോട്ട് പോയാണ്. ഇതിനെടുത്തോട്ട് പോടി. ഓടാ അവിടുന്ന്. ഞാൻ ഇവിടെ മങ്ങിണീനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. മങ്ങിണിയാ? അതിന്റെ പേരാ മങ്ങിണി. സത്യമായിട്ട് ദൈവത്തിനെ ഒരു കാര്യം പറയാം. രണ്ടിനെയും കൂടി എടുത്ത് ഭിത്തിയിലങ്ങ് തേക്കുള്ള കാര്യം പറയാം. ഇറക്കി കൊണ്ടുപോകും. പിന്നെ ഒന്ന് കാണാനോ ഞങ്ങൾ രണ്ടിനെ എടുത്ത് ഭിത്തി തേക്കുന്നത്. എന്റെ പൊന്നു കിളി, അച്ഛൻ കൊണ്ടുവന്ന കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മീനെ തിന്ന പൂച്ച നീ സ്നേഹിക്കുന്നു. എന്തൊരു സൈക്കോട് നീ. എടാ അച്ഛന് കുഴപ്പമില്ലല്ലോ. അച്ഛൻ രാകേഷ് ജോത്സ്യന്റെ അവിടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാകേഷ് ജോത്സ്യൻ പറഞ്ഞ ഐശ്വര്യത്തിന്റെ പ്രതീകമായ മത്സ്യത്തിനെ പൂച്ച ഭക്ഷിച്ചതിനാൽ പൂച്ച ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് രാകേഷ് ജോത്സ്യൻ. അതുകൊണ്ട് അച്ഛൻ ഇവക്ക് കെട്ടാൻ വേണ്ടിട്ട് ചരടൊക്കെ ജപിച്ചുകൊണ്ട് വരുന്നുണ്ട്. എടാ പൂച്ച വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന്. ശരിക്കും? എന്തിനു വെക്കണം? നീ എന്തിനാ അതിനെ തൂക്കിക്കൊണ്ടുവന്ന? നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറ്റില്ല. മങ്ങിനെ കളിപ്പിച്ചോണ്ടിരിക്കും. ഞാൻ മങ്ങിനെ കളിപ്പിക്കട്ടെ. ഞാൻ വേണ്ടായിരുന്നല്ലോ. ഇനി വേണം അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മോദി അങ്ങ് പറിച്ചേക്കണം. നീ അഥവാ നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. പോ. മങ്ങിനി. രതീഷേ, രതീഷേ,
ഹലോ രതീഷേ, നമുക്കേ ഒരു പൂച്ച വന്നിട്ടുണ്ട്. ആ, കഴുത്തില് ജപിച്ച ചരട കെട്ടി പൂച്ച. പൂച്ചക്ക് പിന്നെ 6 കാലം ഉണ്ടോടാ? 4 കാലമുള്ള പൂച്ച രതീഷേ. മീനെ തിന്ന പൂച്ച, ഇവിടുത്തെ മീനെ തിന്ന പൂച്ച ജപിച്ചു കൊണ്ടുവന്ന് ചരട കെട്ടിയിട്ടുണ്ട് അതിന്റെ കഴുത്തില്. ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുപ്പിയിൽ 4 ചുമ്മാരി 4 കന്നിമൂല വെച്ചാലല്ലേ നമുക്ക് പെരക്കാത്ത ഐശ്വര്യം വരും എന്ന് പറഞ്ഞേ. ഇതിനെ കൊണ്ട് ഇറക്കിയാൽ മതി, വീട്ടിന്റെ സൈഡിൽ കൊണ്ട് നിർത്തിയാൽ മതി, വീട്ടിൽ പെരക്കാത്ത ഐശ്വര്യം വരും. ആടെ രതീഷേ, നീ ഒരു കാര്യം ചെയ്യും, 4 പിടി, 3000 പിടിച്ചു പിടി രതീഷേ. ഭാഗ്യമുണ്ട് രതീഷേ. എടാ വിശ്വസിക്കട രതീഷേ, ഞാനടാ രതീഷേ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. അല്ലല്ലേടാ മങ്ങണി, ഞങ്ങളെല്ലാം മങ്ങണിക്കുട്ടി മങ്ങണിക്കുട്ടി മങ്ങണിക്കുട്ടി. മങ്ങണിയേവാ സുന്ദരിയേവാ ജീവതാരമേ. നമുക്ക് പോവാം. ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് മക്കളെ, നടന്നോ. ചേട്ടാ, അവസാനം ഞാൻ അവന്റെ കയ്യിലാണ് കൊടുത്തിട്ട് പോയത്. അവൻ തന്നെ എനിക്ക് എടുക്കുക, ഇങ്ങോട്ട് പറയട്ടെ. ഇതേ വരുന്നുണ്ട് ആടിപ്പാടി. കുറച്ചും കൂടി ഇട്ടങ്ങോട്ട് ആട്ട് തല. മതിയോ? ചോദിക്കാം അങ്ങോട്ട്. എന്താ പ്രശ്നം? എന്താ മങ്ങിണി എവിടെയാടാ? മങ്ങിണിയോ? മങ്ങിണി ഞാൻ കണ്ടെന്നില്ല. ഏത് മങ്ങിണി? ഏത് മങ്ങിണിന്നോ? കള്ളം പറയല്ലേ. നീ അല്ലേ റൂമിൽ വെച്ചിട്ട് മങ്ങിണീനെ കൊഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. മങ്ങിണി പൂച്ചയെന്നോ? ആ മങ്ങിണി പൂച്ച. എന്റെ പൊന്നേട്ടാ, അത് പെരക്കാത്ത കാണാൻ ഞാൻ എടുത്തോണ്ടൊന്നും പോയൊന്നുമില്ല അതിനെ. ഏത് പെരക്കകത്ത്? അവിടെ ആണ് കാണുന്നു, പോയി നോക്ക്. അവിടെ ഇല്ല. അവിടെ പോയി നോക്ക്. എന്റെ അത് ഇത് കൂട്ടുകാരൻ തന്നു. ഏത് കൂട്ടുകാരൻ? ഏത് കൂട്ടുകാരൻ? നിനക്ക് എന്തിനാന്ന് പറ. ചേട്ടാ, നിങ്ങൾ ഒരുമാതിരി പോലീസുകാർ ജോയിൻ ചെയ്യുന്ന എന്നെ ജോയിൻ ചെയ്ത് എന്തിന്? നീ കള്ളനായതുകൊണ്ട് എന്നടാ. കള്ളന ഞാൻ എന്തോന്ന് കള്ളത്തരം കാണിച്ചെന്നാ പറയുന്നേ? മങ്ങിണി പൂച്ച എവിടെയാടാ? നിന്റെ കയ്യിലാണോ ലാസ്റ്റ് ആയിട്ട് തന്നത്? എടാ നീ ഇവിടെ നിൽടാ, നീ പറഞ്ഞിട്ട് പോ. നീ എന്റെ തന്നെങ്കിൽ അത് എന്റെ ഇല്ല, അത് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. എവിടെ കാണും? ഇവിടെ കണ്ടില്ല, അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ചോദിച്ചത്. അത് എവിടുത്തെ പൂച്ചയാണെന്ന് നിനക്ക് അറിയാമോ? എവിടുത്തെ പൂച്ച? എവിടുത്തെ പൂച്ച? എവിടുത്തെ പൂച്ച? എടാ, അപ്പുറത്തെ സിന്ധു ചേച്ചിയുടെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മാവൻ കൊടുത്ത പൂച്ചയാ അത്. ബർത്ത്ഡേക്ക് ആരെങ്കിലും പൂച്ച ഗിഫ്റ്റ് കൊടുക്കും? നീ ഒന്ന് പോടി നിന്നിച്ച്. എടാ അവരിവിടെ ഒന്ന് ചോദിച്ചെന്ന്, ആ പിള്ളേർ കണ്ട് നീ ആ പൂച്ച എടുത്തോണ്ട് പോണത്. ചേട്ടൻ ഒന്ന് ആലോചിച്ചു, അഥവാ ഈ പൂച്ച ഈ വീട്ടിലുള്ളെങ്കിൽ തന്നെ അത് ഇവിടെ കപ്പിയിട്ട് ആകെ നാറ്റിക്കത്തില്ലേ? അത് കൊണ്ട് കളഞ്ഞാൽ എന്താ കുഴപ്പമില്ല. കൊണ്ട് കളഞ്ഞു ചേട്ടാ, ഇവൻ കൊണ്ട് കളഞ്ഞു. കളഞ്ഞില്ല ഓർക്ക. നീ നിനക്ക് അറിയാമോ ഞാൻ കൊണ്ട് കളഞ്ഞെന്ന്? ചേട്ടൻ ഇങ്ങോട്ട് മാറി. ഇത് ചോദിച്ചാ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടില്ലെന്ന്. പൂച്ച എവിടെയാടാ? പൂച്ച മങ്ങിണി പൂച്ച എവിടെ? എന്റെ കയ്യിൽ എന്റെ പൈസ എന്ത് പൈസ? ഞാനൊരു പൂച്ച എടുത്തില്ല. പൈസ കേട്ടാ, കളിക്കുന്ന പൈസ. പൂച്ച ഞാൻ എടുത്തില്ലെന്ന്. ഞാൻ കൊണ്ട് കളഞ്ഞൊന്നുമില്ല പൂച്ച. പൂച്ച എവിടെ കാണും. പൈസ എന്റെ പൈസ. എന്റെ പൈസ ഞാൻ പൂച്ച എടുത്തില്ലെന്ന്. പൈസ എന്റെ ഇല്ലില്ല. പൈസ പൈസ വീട്ടിൽ കയറ്റല്ലേ ചേട്ടാ? പൈസ എന്റെ എനിക്ക് എന്റെ കൂട്ടുകാരെന്ന പൈസന്ന് എടുത്തെറിഞ്ഞപ്പോ ഞാൻ പൂച്ച വിറ്റ്. ആ വിറ്റ പൈസ ആയിരുന്നു എന്തോ ചേട്ടന്റെ